മേൺ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിന് മസ്റ്റ് ആയിട്ട് വേണ്ട 5 സ്കിൽസ് ഏതൊക്കെയാണ്? ടോപ്പ് സ്കില്ല് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റ് നല്ല ആവണം. അതാണ് ഏറ്റവും നല്ല സ്കില്ലായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ രണ്ടാമത്തത് നമ്മൾ റിയാക്റ്റ്, അതിൻ്റെ ഹുക്സ്. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആപ്ലിക്കേഷൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നത് നോഡ് ജെ എസ്. നോഡ് ജെ എസ് നമ്മുടെ സെർവർ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും സെർവറിൻ്റെ ഫുൾ കാര്യങ്ങൾ വരുന്നത് നോഡ് ജെ എസ് ആണ്. സെർവർ ലാംഗ്വേജ് നോഡ് ജെ എസ് ആയതുകൊണ്ട്. പിന്നെ നമുക്ക് നാലാമത്തെ വരുന്നത് മോങ്കോ ഡി ബി. മോങ്കോ ഡി ബി നമ്മൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ ഒന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു സ്കില്ലായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഈ സ്കില്ലെല്ലാം കഴിഞ്ഞ് 4 സ്കില്ലും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഞ്ചാമത്തെ ചെയ്യേണ്ടത് നമുക്ക് ടൂൾസുകൾ, അതായത് എയുടെ ഒക്കെ ടൂൾസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഗിറ്റബിൻ്റെ കോപൈലറ്റ് ആണെങ്കിലും കോഡി ആണെങ്കിലും അത് അല്ലെങ്കിൽ എയുടെ എന്താ പറയുക നമ്മളെ പോസ്റ്റ്മാൻ്റെ ആണെങ്കിലും ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് റെഡിയായി കിട്ടുമ്പോഴുള്ളൂ ഈ നമുക്കൊരു ആപ്ലിക്കേഷൻ അടിപൊളിയാക്കി ചെയ്യാൻ പറ്റുക, എസ്പെഷ്യലി മേൺ സ്റ്റാക്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കണം. ഫസ്റ്റത്തെ സ്കില്ലെന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റ് മാസ്റ്റർ ആവുക. പിന്നെ റിയാക്റ്റിൻ്റെ ഹുക്സുകളുടെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നോക്കുക. പിന്നെ മൂന്നാമത്തെ നോഡ് ജെ എസ്, നാലാമത്തെ നമ്മളെ മോങ്കോ ഡി ബി. പിന്നെ കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുന്ന നമ്മുടെ എ ടൂൾസ്. ഇതാണ് നമ്മുടെ ഒരു സ്ട്രക്ചറായിട്ട് വരുന്നത്.